ഈ മൂത്ത കുട്ടിയെ പലതവണ ബലാത്സംഗം ചെയ്ത കേസിൽ ബഹുമാനപ്പെട്ട കോടതി ഇന്ന് 123 വർഷം കഠിന തടവാണ് വിധിച്ചിട്ടുള്ളത്. 11-13 വയസ്സുള്ള സ്വന്തം പെൺമക്കളെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയായ പിതാവിന് 133 വർഷം കഠിന തടവും 8.85 ലക്ഷം രൂപ പിഴയും വിധിച്ചു. എടവണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലാണ് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കേസാണ്. കാരണം 2 പെൺമക്കളെ സ്വന്തം പിതാവായ പ്രതി വീട്ടിൽ വെച്ച് പലതവണ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയ കേസിലാണെന്ന് ബഹുമാനപ്പെട്ട കോടതി 2 കേസുകളിലും പ്രതി കുറ്റക്കാരെന്ന് കണ്ടിട്ടുള്ളത്. മൂത്ത കുട്ടിയെ അമ്മ വസ്ത്രം കഴുകുന്നതിനും മറ്റും പുറത്തു പോകുന്ന സമയങ്ങളിൽ ബെഡ്റൂമിൽ വെച്ച് പ്രതി നിരന്തരമായി ബലാത്സംഗത്തിന് വിധേയമാക്കി. രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും ഈ പ്രതി കുട്ടിയുടെ അടുത്ത് വന്ന് കുട്ടിയെ ബലാത്സംഗത്തിന് വിധേയമാക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കുട്ടിയെ പ്രതി ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആ കുട്ടി വേഗം അമ്മയോട് പോയി ഈ കാര്യം പറയുകയാണ്. അതിനെ തുടർന്നാണ് 2 കേസും വെളിച്ചത്ത് വരുന്നതും അമ്മ അങ്കണവാടി ടീച്ചറായിട്ടുള്ള അമ്മ ആ വിവരം മറ്റ് ടീച്ചേഴ്സിനോട് പറഞ്ഞ് അത് അങ്ങനെ എടവണ്ണ പോലീസിലേക്ക് വിവരത്തുകയും ചെയ്തത്. അപ്പോൾ അതിനുശേഷം പ്രോസിക്യൂഷൻ ഈ കേസിൽ 2 കേസിലും പ്രോസിക്യൂഷൻ അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂഷൻ വിംഗും പ്രോസിക്യൂഷൻ ഒന്നടങ്കം കഠിനമായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വലിയ ശിക്ഷ പ്രതിക്ക് ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുള്ളത്. ഈ മൂത്ത കുട്ടിയെ പലതവണ ബലാത്സംഗം ചെയ്ത കേസിൽ ബഹുമാനപ്പെട്ട കോടതി ഇന്ന് 123 വർഷം കഠിന തടവാണ് വിധിച്ചിട്ടുള്ളത്. മഞ്ചേരി സ്വദേശിയായ പ്രതി 13-കാരിയായ തന്റെ മൂത്ത മകളെ 2021 നവംബർ മാസം മുതൽ 2022 മാർച്ച് മാസം വരെയുള്ള കാലയളവിൽ പലതവണ ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ്. ഈ കേസിൽ 40 വർഷം വീതം കഠിന തടവ്, 2 ലക്ഷം രൂപ വീതം പിഴ എന്നിങ്ങനെയാണ് ശിക്ഷ. കൂടാതെ JJ ആക്ട് പ്രകാരം 3 വർഷം കഠിന തടവ്, 1 ലക്ഷം രൂപ പിഴ എന്നിങ്ങനെയും ശിക്ഷയുണ്ട്. 11-കാരിയായ മകളെ ബലാത്സംഗം ചെയ്തുവെന്നാണ് രണ്ടാമത്തെ കേസ്. ഈ കേസിൽ 10 വർഷം കഠിന തടവും 1,85,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. കുട്ടിക്ക് മാനഹാനി വരുത്തിയതിന് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ഇതിനോടൊപ്പം വിധിച്ചിട്ടുണ്ട്. പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം പിഴസംഖ്യ മുഴുവനും അതിജീവിതകൾക്ക് നൽകണമെന്നും കോടതി വിധിച്ചു. മാത്രമല്ല, സർക്കാരിന്റെ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്നും ഇവർക്ക് നഷ്ടപരിഹാര തുക ലഭ്യമാകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കോടതി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശവും നൽകി. പ്രതി അതിജീവിതരുടെ പിതാവാണെന്നതിനാൽ കേസ് അട്ടിമറിക്കാനും പരാതിക്കാരെ സ്വാധീനിക്കാനും ഇടയുണ്ടാകുമെന്നതിനാൽ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ചു തന്നെ വിചാരണ പൂർത്തിയാക്കണമെന്ന് പോലീസ് കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളിതുവരെ പ്രതിക്ക് ജാമ്യം ലഭിച്ചിരുന്നില്ല. റിമാൻഡിൽ കിടന്ന കാലാവധി ശിക്ഷയിൽ ഇളവ് നൽകാനും കോടതി വിധിച്ചു. എടവണ്ണ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന അബ്ദുൾ മജീദാണ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തതും കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചതും. പ്രതിയെ ശിക്ഷയനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു. Poppies, the way we love, the way we care.